എൻ്റെ പേര് ജൂന. ഞാൻ സീനിയർ ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആണ്. എനിക്ക് ഏകദേശം 9 വർഷത്തോളം പ്രവർത്തന പരിചയമുണ്ട് ഈ ഒരു മേഖലയിൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ടെലിതെറപ്പിയാണ് എടുക്കാൻ പോകുന്നത്. ക്ലയൻറ്റ് UAE-യിലാണ്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ലാംഗ്വേജ് ഡിലേ ഉണ്ട്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ ഉണ്ട്. അതുകൂടാതെ തന്നെ റൈറ്റ് ഇയറിൽ പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസും ലെഫ്റ്റ് ഇയറിൽ മോഡറേറ്റ് മിക്സ്ഡ് ഹിയറിംഗ് ലോസുമാണ്. കൂടാതെ കുട്ടി റിപ്പയർഡ് ക്ലഫ് ലിപ്പ് ആൻഡ് പാലറ്റും കൂടിയുണ്ട് കുട്ടിക്ക്. അപ്പോൾ ഇത്രയും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഏരിയാസിലും കുട്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് മെയിനായിട്ട് ഹിയറിംഗ് ലോസസിൻ്റെയും അതുപോലെ തന്നെ ലാംഗ്വേജ് ഡിലേണ്ടതും അതുപോലെ തന്നെ ക്ലഫ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കുലേഷൻ ഇഷ്യൂസുമാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ഏകദേശം ഒരു 5 വർഷത്തോളമായി ഈ കുട്ടീനെ എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഒരു ശബ്ദം പോലും ഉണ്ടാക്കിയിരുന്നില്ല കൊച്ച്. ജസ്റ്റ് അങ്ങനെ ഒരു സിലബിൾസ് മാത്രം പ്രൊനൗൺസ് ചെയ്യുകയും അതുപോലെ തന്നെ ഒട്ടും കേൾക്കാൻ ബുദ്ധിമുട്ടില്ലാതെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്യാനോ അത്രത്തോളം ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം അവൾ ഏകദേശം സെന്റൻസ് ലെവലിൽ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവളെ ലിസണിങ് നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കുലേഷൻ ഏരിയാസിൽ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ സൗണ്ട്സും അവൾ ഏകദേശം അച്ചീവ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് മെയിനായിട്ട് എനിക്ക് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലായിട്ടും സെന്റൻസ് കുറച്ചുകൂടെ ഒന്ന് ബിൽഡ് ചെയ്യുക. MLU മീൻ ലെങ്ത് ഓഫ് അട്ടൻസസ് ഒരു 4 to 5 വേർഡ്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ ലിസണിങ് ആക്ടിവിറ്റീസ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവർക്ക് 1 to 2 സ്റ്റെപ്പ് കമാൻഡ്സ് ഒക്കെ അവൾ ഈസി ആയിട്ട് ചെയ്യുന്നുണ്ട്. അതും ഒരു 3 to 4 സ്റ്റെപ്പ് അതുപോലെ തന്നെ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കമാൻഡ്സിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ കുറച്ചുകൂടെ കൺസെപ്റ്റും കാര്യങ്ങളും കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പ്രിപ്പോസിഷൻസ് അതുപോലെ തന്നെ അഡ്ജക്റ്റീവ്സ് അങ്ങനത്തെ കൺസെപ്റ്റുകൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കുലേഷൻ്റെ പാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ സൗണ്ട്സ് ഒക്കെ അവൾ ഏകദേശം അച്ചീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ ക്ലസ്റ്റേഴ്സിലാണ് ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് വർക്ക് ചെയ്യുന്നത് ഞാൻ. അതുപോലെ കുറച്ചുകൂടെ ടങ് എലിവേഷൻ ആയാലും അതുപോലെ തന്നെ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കുറച്ച് ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ കുറച്ച് ടങ് എക്സസൈസസ് ചെയ്യുന്നുണ്ട്. അതുപോലെ MPD എന്ന് പറയുമ്പോൾ അതും ഫോണറ്റിക് കപ്പാസിറ്റി കുറവായതുകൊണ്ട് തന്നെ അതും ലോ ആയിരുന്നു. അതിപ്പോൾ ഏകദേശം ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഈ സൗണ്ടൊക്കെ അവൾ ഏകദേശം ഒരു 5 seconds ഒക്കെ അവൾ ഹോൾഡ് ചെയ്തിട്ട് അവൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേസസിലേക്ക് പോകാം.